നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാംസങ്ങിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്, ഇൻവെർട്ടർ ടൈപ്പ്. അപ്പോൾ ഇത് കൺവെർട്ടബിളും കൂടിയാണ്. അപ്പോൾ പലതരത്തിൽ കൺവെർട്ടബിൾ ഉണ്ട്. ഇത് 5-in-1 കൺവെർട്ടബിൾ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. സാധാരണ എന്ന് പറഞ്ഞാൽ നോർമൽ എന്ന് പറഞ്ഞാൽ ഇത് മോൾ ഭാഗം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറും താഴെ നോർമൽ ഫ്രിഡ്ജുമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നോർമൽ കൺവെർട്ടബിളിൽ ഈ ഫ്രീസറിനെ നമുക്ക് ഫ്രിഡ്ജും കൂടി ആക്കാൻ പറ്റും. അങ്ങനെയാണ് ഒറ്റ ടൈപ്പിലുള്ള രണ്ട് തരത്തിലാക്കാം, നോർമൽ ഫ്രിഡ്ജും പിന്നെ രണ്ടും ഫ്രീസറും ഫ്രിഡ്ജായിട്ടും ഉപയോഗിക്കാം. അങ്ങനെ രണ്ട് തരത്തിലാണ് നോർമൽ ഫ്രിഡ്ജിൽ കൺവെർട്ട് ചെയ്യാൻ പറ്റുക. ഇതിന് 5-in-1 5 തരത്തിൽ ഇത് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിക്കാനും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഈ മോഡൽ ഫ്രിഡ്ജ് പലരുടെ വീട്ടിലും കാണുമായിരിക്കും, പക്ഷേ അത് എങ്ങനെ കൺവെർട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കാമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ കൺവെർട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് എനർജി വീണ്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഡിജിറ്റൽ ഇൻവെർട്ടർ ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ കറണ്ട് ചിലവ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പവർ മീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു സിംഗിൾ ഡോറ് 165 ലിറ്റർ ഫ്രിഡ്ജിന് പോലും 150 വാട്ട്സ് കറണ്ട് എടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഡബിൾ ഡോറും ഇത് 300 ലിറ്ററിൻ്റെ ഫ്രിഡ്ജാണ്. ഇതിപ്പോഴും 80 വാട്ട്സ് നോർമൽ റണ്ണിങ്ങിൽ 80 വാട്ട്സ് കറണ്ട് ഇത് എടുക്കുന്നുള്ളൂ. ഇൻവെർട്ടർ ടൈപ്പ് ആയതുകൊണ്ട് ഇതിപ്പോൾ കൂളിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ വന്ന് പിന്നെ ഇനി അത് വീണ്ടും കുറയാണ് ചെയ്യുക. പല സമയത്ത് നോക്കുമ്പോൾ 25 വാട്ട്സ് കറണ്ടൊക്കെയാണ് ഇത് എടുക്കുക. സ്റ്റാൻഡ് ബൈയിൽ 2 വാട്ട്സ് 1.5 വാട്ട്സ് 2 വാട്ട്സ് ഒക്കെ പലപ്പോഴും എടുക്കും. ഇപ്പോൾ നോർമൽ കൂളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 80 വാട്ട്സ് കറണ്ടാണ് പവർ മീറ്ററിൽ നോക്കിയാൽ മനസ്സിലാവും. 80 വാട്ട്സ് കറണ്ട് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. സിംഗിൾ ഡോറിൻ്റെ ഏകദേശം പകുതി കറണ്ട് ഇതിലിപ്പോൾ ഡബിൾ ഡോറിൽ വർക്ക് ചെയ്യാനും വരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ ഇത് കഴിഞ്ഞ വർഷത്തെ ഫ്രിഡ്ജാണ്, 1 വർഷം പഴക്കമുള്ള 2024 മോഡലിൽ. അപ്പോൾ ഒരു വർഷം ഇത് മൊത്തം വർക്ക് ചെയ്യാൻ നമുക്ക് 237 യൂണിറ്റ് കറണ്ടാണ് ഒരു വർഷത്തിൽ നമുക്ക് ആവശ്യം. ഇത് 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ്. ഇപ്പോൾ 3 സ്റ്റാർ വരെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുള്ളൂ. സിംഗിൾ ഡോർ ആണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗിൽ കിട്ടും. ഇപ്പോൾ ഡബിൾ ഡോർ ഒന്നും ഒരു ബ്രാൻഡിനും 5 സ്റ്റാർ വരുന്നില്ല, 3 സ്റ്റാർ വരെ തന്നെ വരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത്. അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ബ്രാൻഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റിങ്സ് എല്ലാം ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിന് കൺട്രോൾ ചെയ്യാൻ 3 സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഫ്രീസറിൻ്റെ കൺട്രോളും ഇത് ഫ്രിഡ്ജിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കൂളിംഗ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ പഴയ മോഡൽ ഫ്രിഡ്ജുകളിലൊക്കെ നമുക്ക് അകത്ത് ഒരു നോബാണ് കറക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കിതിൽ ഉള്ളിലും കൂടി ഒന്ന് നോക്കാം. ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളാണ്. അപ്പോൾ ഇതിന് അകത്ത് ട്വിൻ കൂളിംഗ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രീസറിന് സെപ്പറേറ്റ് കൂൾ ചെയ്യുന്നു, ഫ്രിഡ്ജിൻ്റെ സൈഡും സെപ്പറേറ്റ് കൂൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ 5 തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം ഇവിടെ 3 ടച്ച് ചെയ്യാവുന്ന ചെറിയൊരു ടച്ച് പാഡാണ് അത് വരുന്നത്. ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതിപ്പോൾ കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ 1 ഡിഗ്രി ആയി. പിന്നെ ഇത് വെക്കേഷൻ മോഡാണ്, അത് ഓഫാണിത്. ഇത് ഫ്രിഡ്ജിൻ്റെ സൈഡാണ് ഇത് വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഫ്രീസർ, ഇത് ഫ്രിഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ 7 ഡിഗ്രി പറഞ്ഞാൽ ഇത് ഇപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ, ഇത് ഏറ്റവും കൂളിംഗ് കുറവാണ് 7 ഡിഗ്രി. അവിടെ നിന്ന് കുറഞ്ഞ് ടെമ്പറേച്ചർ കുറയും തോറും തണുപ്പ് കൂടുകയാണ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിപ്പോൾ മീഡിയത്തിൽ നോർമൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മീഡിയത്തിൽ വെച്ചാൽ മതി 3 ഡിഗ്രി. അതിൽ ഇനിയും തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് 2 ഡിഗ്രി 1 ഡിഗ്രി വരെ നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഫ്രിഡ്ജിൻ്റെ സൈഡാണ് വരുന്നത്. അടുത്ത ഒരു വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് വെക്കേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ ടെമ്പറേച്ചർ കാണില്ല, അതായത് ഇത് ഓഫായി. അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിൻ്റെ പാർട്ട് നമുക്ക് ഓണിൽ വെച്ച് പല രീതിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഓണിൽ വെക്കാം. ഇപ്പോൾ വെക്കേഷൻ മോഡ് എന്ന് പറയുമ്പോൾ ഇത് ഓഫ്. അങ്ങനെ 2 വിധത്തിൽ ഈ ഫ്രിഡ്ജിൻ്റെ പാർട്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 കൺവേർട്ടിങ് ഫ്രിഡ്ജിൽ വരുന്നുണ്ട്. അതേപോലെ ഫ്രീസറിൻ്റെ സൈഡിലും ഇതിപ്പോൾ വീണ്ടും നമുക്ക് ഓണിൽ വെക്കുന്നുണ്ട് മീഡിയത്തിൽ. അതേപോലെ ഇത് ഫ്രീസറിൻ്റെ സൈഡാണിത്. അപ്പോൾ ഫ്രീസറിന് നമുക്ക് 3 തരത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ മീഡിയം എന്ന് പറഞ്ഞാൽ -19 ഡിഗ്രി 17 15 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഇത് പിന്നെ 21 ഡിഗ്രി 23. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും ഈ സൈഡ് പ്രസ് ചെയ്യുമ്പോൾ ഇത് 3ഉം ടച്ച് ചെയ്യാവുന്ന സ്വിച്ചുകൾ തന്നെയാണ്. അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ -21 ആയി, -23 ഏറ്റവും മൈനസിലാണ്. അപ്പോൾ ഇത് കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്, കൂളിംഗ് കൂടുകയാണ്, ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേ വരികയാണ് അത്.
വീണ്ടും അമർത്തുമ്പോൾ അത് വീണ്ടും -15 വരുന്നു. ഓരോ പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ഇതിനെ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഫ്രീസറാണ്. ഇതിപ്പോൾ ഫ്രീസറിൽ വർക്കിംഗ് ആണ്, ടെമ്പറേച്ചറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഫ്രീസർ കൺവേർട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ സെൻറ്ററിൽ ബട്ടൺ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ലൈറ്റ് ഒന്നും വരുന്നില്ല, ഫ്രിഡ്ജാണ് ഓഫാണ്. ഈ രണ്ട് കണ്ടീഷനിലാണ് ഇവിടെ രണ്ട് ലൈറ്റ് ഓൺ ആയി വരും. അപ്പോൾ ഇപ്പോൾ ഇത് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഫ്രീസർ വർക്കിംഗ് ആണ്. അപ്പോൾ ഫ്രീസറിന്റെ ടെമ്പറേച്ചറാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. വെറുതെ ഇത് ഇവിടെയൊക്കെ നമ്മൾ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ കൺവേർട്ട് ചെയ്യാൻ, ഫ്രീസറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം ഇങ്ങനെ. അപ്പോൾ അത് ഫ്രിഡ്ജായി. ഇപ്പോൾ ഫ്രീസർ എന്നുള്ളത് മാറി ഇപ്പോൾ ഇത് ഫ്രീസറിന്റെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീസർ ഇപ്പോൾ എന്തായി, ഇപ്പോൾ ഫ്രീസർ കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ ഫ്രിഡ്ജായിരിക്കുകയാണ്. നേരത്തെ അത് ഫ്രീസർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിന് ഫ്രിഡ്ജായപ്പോൾ ഫ്രിഡ്ജിന്റെ താഴെയുള്ള അതേ ടെമ്പറേച്ചർ തന്നെയാണ് മുകളിൽ. ഇവിടുത്തെ സെറ്റിങ്ങിനനുസരിച്ച് അവിടെയും രണ്ട് സൈഡും ഒപ്പം മാറുകയാണ് ചെയ്യുക. അതിനെ വീണ്ടും നമുക്ക് ഒന്നുകൂടി ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം കൂടി പിടിച്ചാൽ ഇപ്പോൾ ഓഫ് എന്ന് കാണിച്ചു. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഫ്രീസർ ഓഫാണ്. ഇപ്പോൾ ഈ ഫ്രീസറിൽ ഫ്രിഡ്ജല്ല, നേരത്തെ ഫ്രീസറായിരുന്നു, പിന്നെ അത് ഫ്രിഡ്ജായി, ഇപ്പോൾ ഇത് ഫ്രീസർ ഓഫ്. 3 ടൈപ്പിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2 തരത്തിൽ, അങ്ങനെ 5-in-1 കൺവേർട്ടബിൾ ആണ്. അങ്ങനെയുള്ള ഇതിനാണ്. അപ്പോൾ 5 തരത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രം ഓണായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി നമ്മൾ വെക്കുന്ന സാധനങ്ങൾക്കൊന്നും തണുപ്പ് കിട്ടില്ല ഇപ്പോൾ ഓഫിലായതുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ അത്രയും യൂസ് വരുന്നില്ല, നമുക്ക് അത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ഓഫ് ചെയ്തിടാം. അതനുസരിച്ച് കറണ്ടിന്റെ ചെലവിൽ വ്യത്യാസം വരും. ഇപ്പോൾ 45 യൂണിറ്റ് വാട്ട്സ് ആണ് ഇപ്പോൾ കറണ്ട് കാണിക്കുന്നത്, 45. അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 80 വാട്ട്സ് ആയിരുന്നു. ഇപ്പോൾ ഫ്രീസർ അത് നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സ്റ്റഡി ആയിട്ട് എപ്പോഴും സ്റ്റഡി ചെയ്യാൻ നിൽക്കില്ല. അത് കുറഞ്ഞ 25 വാട്ട്സിലേക്കൊക്കെ കുറേയും കൂടി കഴിഞ്ഞ് മാറി വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഓഫ് ചെയ്ത് ഫ്രിഡ്ജിന്റെ സൈഡ് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മാത്രം. അപ്പോൾ നമുക്ക് അത്രയും സാധനങ്ങൾ വെക്കാൻ ആൾ കുറവൊക്കെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ഓഫ് ചെയ്തിട്ട് ഇതിൽ മാത്രം ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം. ഇനി വീണ്ടും നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇതിനെ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഫ്രിഡ്ജായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രീസറായിട്ട് മാത്രം. ഇപ്പോൾ കേടുവരുന്ന സാധനങ്ങളുണ്ട്, ഇറച്ചി മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എവിടെയും പോവുകയാണ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അപ്പോൾ ഇതിനകത്തൊന്നും കാര്യമായിട്ട് വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫ്രീസർ മാത്രമാക്കി ഇതിനെ ഓഫ് ചെയ്താൽ ഇത് വെക്കേഷൻ മോഡ് ആക്കിയാൽ മതി. ഇതിനെ ഹോൾഡ് ചെയ്ത് ഇതിപ്പോൾ ഫ്രീസറായി. ഇവിടെ ഇത് പ്രസ് ചെയ്ത് ഈ വെക്കേഷൻ മോഡിൽ ഇട്ടാൽ ഇത് ഓഫായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ അവസ്ഥ, ഇവിടെ ഇപ്പോൾ ഫ്രീസറാണ്. ഇതിപ്പോൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഈ പാർട്ട് മാത്രമേ. ഇവിടെ ടെമ്പറേച്ചർ ഒന്നും കാണിക്കുന്നില്ല, അതായത് ഈ പാർട്ട് കംപ്ലീറ്റ് ഓഫായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഫ്രീസർ മാത്രമായി. ഇനി അതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫ്രിഡ്ജ് ആക്കാം, കൺവേർട്ട് ചെയ്ത്. അപ്പോൾ ഈ പാർട്ട് ഓഫ് തന്നെയാണ് എപ്പോഴും. ഇത് ഫ്രിഡ്ജായി. അപ്പോൾ ഈ ചെറിയൊരു പാർട്ട് മാത്രം ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് മറ്റു സാധനങ്ങളില്ല, ഇപ്പോൾ ഇറച്ചി മീനും ഒന്നുമല്ല, സാധാരണ പച്ചക്കറിയോ നോർമൽ കൂളിങ് വേണ്ടതാണെങ്കിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, നമ്മൾ പുറത്ത് കുറച്ച് നാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മാത്രം, ഈ പാർട്ട് മാത്രം നമുക്ക് ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഈ പാർട്ട് മാത്രം ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഇവിടെ ഓഫാണ്, അല്ലെങ്കിൽ ഇത് ഓണാക്കി ഫ്രിഡ്ജ് മാത്രമാക്കി ഇവിടെ ഓഫ് ചെയ്ത് ഈ ഒരു സെക്ഷൻ മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഓഫ് ചെയ്ത് ഈ സെക്ഷൻ ഫ്രിഡ്ജായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫ്രീസറായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയാണ് 5 തരത്തിൽ കൺവേർട്ടിങ് വരുന്നത്. അത് കൂടാതെ ഇതിനകത്ത് മറ്റൊരു ഫീച്ചർ ഉള്ളത്, ഇതിപ്പോൾ പവർ കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇതിപ്പോൾ ഫ്രിഡ്ജിന്റെ സൈഡാണ് ഈ ഫ്രീസറിന്റെ. അപ്പോൾ ഫ്രിഡ്ജിന് തന്നെ പവർ കൂൾ ഇതുണ്ട്. നമുക്ക് നോർമൽ കൂളിംഗ് അല്ല, സഡൻ ആയിട്ട് ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ, അതുപോലെ ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, പെട്ടെന്ന് വരണം. അപ്പോൾ ഫ്രീസറിന്റെ ഇവിടെയും ഫ്രീസർ പവർ കൂൾ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഈ ബട്ടൺ ഒന്ന് ഹോൾഡ്, ഇതിപ്പോൾ നോർമൽ ഇതിപ്പോൾ കൺവേർട്ട് ചെയ്ത് ഇതിപ്പോൾ ഫ്രിഡ്ജിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് ഫ്രീസർ തന്നെ ആക്കണം. ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇതിപ്പോൾ ഓഫാണ്. വീണ്ടും ഹോൾഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഫ്രീസർ ഓണായി. ഈ കണ്ടീഷനിൽ നമുക്കിത് ഒരു 3 സെക്കൻഡ് ഹോൾഡ്, ഇതിപ്പോൾ നോർമൽ വെറുതെ ടച്ച് ചെയ്തെടുക്കുമ്പോൾ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് അല്ലാതെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് കുറച്ച്. അപ്പോൾ ഇവിടെ ഇത് ഫ്രീസർ, ഇത് ഫ്രിഡ്ജിന്റെ സിമ്പിളാണ്. ഇവിടെ ഈ ലൈറ്റ് ഓണായി.
ഇത് അർത്ഥം ഇത് ഡബിൾ ഇതായിട്ട് കാണിക്കുന്നത് ഡബിൾ പവർ കൂൾ ഫംഗ്ഷൻ ഇതിൻ്റെ ഓണായി എന്നാണ്. അപ്പോൾ അത് സഡൻ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നോർമൽ കൂളിങ്ങിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്തെടുക്കും. അതേപോലെ അത് വീണ്ടും പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ അത് ഓഫ് ആവും. നമുക്ക് അത് ഫംഗ്ഷൻ അത് അത്രയും സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അത് അല്ലാതെ നമുക്ക് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡ് നമുക്ക് ഫാസ്റ്റ് കൂൾ ചെയ്യണമെങ്കിൽ പവർ കൂൾ ഇതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇതിപ്പോൾ ഹോൾഡ് ചെയ്തപ്പോൾ താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ താഴെ ഫ്രിഡ്ജിൻ്റെ സൈഡാണ്, മേലെ ഫ്രീസറിൻ്റെ. അപ്പോൾ ഈ ഭാഗത്തെ ലൈറ്റ് ഡബിൾ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പവർ കൂള് ഇവിടെ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഓണായി എന്നാണ് ഈ കാണിക്കുന്നത്. അതിന് നമുക്ക് ഓട്ടോമാറ്റിക് ആ സമയം കഴിയുമ്പോൾ തന്നെ റിലീസ് ആവും. അത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത്രയും വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഇത് ഹോൾഡ് ചെയ്ത് അതുപോലെ ഇതും ഹോൾഡ് ചെയ്യുമ്പോൾ പവർ കൂള് 2 ഫംഗ്ഷൻ. അപ്പോൾ അത് കൺവേർട്ടിങ്ങിൽ അത് വരുന്നില്ല. ഈ കൺവേർട്ടിംഗ് മോഡ് എന്ന് പറയുന്നത് 5 തരത്തിലുള്ളത് വേറെ, അത് കൂടാതെ ഇത് 2 വരുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നോർമൽ ഫ്രിഡ്ജിൽ ഇപ്പോൾ നോർമൽ കൺവേർട്ടർ ഉള്ളതിൽ അവർ ഇതിപ്പോൾ പവർ കൂള് ഉള്ളതിന് അത് കൺവേർട്ടിൻ്റെ മോഡ് 3-in-1 കൺവേർട്ടർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് 3 കൺവേർട്ടിംഗ് എന്നല്ല, അത് കൂളിംഗ് മാത്രം മാറ്റുന്നതാണ്. ശരിക്കും കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റിക്കൊണ്ടിരും. ഇതിൻ്റെ പവർ കൂട്ടുന്നതും കുറയ്ക്കുന്നതും കൺവേർട്ടിങ്ങിൽ പെടുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഇത് 2 കൂടെ കൂടും, 7-in-1 ആവും. പക്ഷെ അങ്ങനെയല്ല, അത് 5-in-1 തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും ഫംഗ്ഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഇത് ട്വിൻ കൂളിംഗ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ ട്വിൻ കൂളിംഗ് പ്ലസ് എന്ന് പറഞ്ഞ് മോഡ് കാണിക്കുന്നുണ്ട്. അതായത് ഫ്രീസറിൻ്റെ സൈഡ് തന്നെ സെപ്പറേറ്റ് കൂൾ ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ ഓരോന്നും സെപ്പറേറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഒരെണ്ണം മാത്രം തന്നെ യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ആണ് കൂളിംഗ് ഫംഗ്ഷൻ വരുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചല്ല കൂളിംഗ്. ട്വിൻ കൂളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ 5-in-1 ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിതിൽ നോക്കിയപ്പോൾ പവർ മീറ്ററിൽ നമുക്ക് നോക്കുമ്പോൾ 3 വാട്ട്സ് കറണ്ട്, 3.2 വാട്ട്സ് കറണ്ട് ഇപ്പോൾ എടുക്കുന്നത്. നേരത്തെ 80 ഉണ്ടായിരുന്നു, അത് 50 ആയി. ഇപ്പോൾ നോർമൽ കൂളിങ്ങിൽ എത്തിയപ്പോൾ അത് ഇവിടെ നോർമൽ തന്നെയാണ്. സെറ്റിംഗ് ഒക്കെ നോർമൽ 15, 17, ഇതിപ്പോൾ -19 ഡിഗ്രി. അതുപോലെ ഇവിടെ 3 ഡിഗ്രി. ഇത് നോർമൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ 3 വാട്ട്സ് കറണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോൾ കറണ്ട് എടുക്കുന്നത്. കൂളിംഗ് ആയി കഴിയുമ്പോൾ സ്റ്റാൻഡ് ബൈ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ടൈപ്പ് ആയതുകൊണ്ടാണ് അതിങ്ങനെ ഇത്രയും കുറവിൽ നിൽക്കുന്നത്. ഇൻവെർട്ടർ അല്ലാത്ത നോർമൽ ഫ്രിഡ്ജ് ആണെങ്കിൽ എന്താവും, കുറച്ച് കൂളിംഗ് ആകുമ്പോൾ അത് കട്ട് ഓഫ് ആവും. അത് കഴിഞ്ഞ് ആ കൂളിംഗ് കുറയുമ്പോൾ പിന്നെ ഓൺ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓൺ ആകുമ്പോൾ കറണ്ട് ആ സമയത്ത് സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതലെടുക്കുക. അപ്പോൾ നമ്മുടെ എനർജി കൂടുതൽ ചിലവ് വരും, നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടും. ഇതിനകത്ത് അങ്ങനെ ഓഫ് ആവുന്നില്ല. അതുമാത്രമല്ല, മറ്റേതിനകത്ത് കൂളിംഗ് ആകുമ്പോൾ ഓഫായി കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ പിന്നെ കയറി കൂളിംഗ് സ്റ്റഡി ആയിട്ട് കൂളിംഗ് കിട്ടില്ല. അപ്പോൾ AC ആയാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കൂളിംഗ് കുറഞ്ഞും കൂടിക്കൊണ്ടേയിരിക്കും, വേരി ചെയ്ത്. പിന്നെ റൺ ചെയ്യണ നേരത്ത് കൂളിംഗ് കൂടും, മറ്റു സമയത്ത് കൂളിംഗ് ഇങ്ങനെ കുറഞ്ഞ് ചൂട് വന്നു. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ അത്ര കൂടുതൽ കാലം നിൽക്കില്ല, കേടുവരാതിരിക്കില്ല, അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല, ഒരിക്കലും ഇത് കട്ട് ഓഫ് ആവുന്നില്ല. മിനിമം കൂളിംഗ് എല്ലായ്പ്പോഴും ഉണ്ടാവും. ആ സ്റ്റഡി ആയിട്ട് അങ്ങനെ നിൽക്കും. ആ കൂളിങ്ങിൽ ഏറ്റക്കുറച്ചിലധികം വരുത്താണ്ട് ഇതിൻ്റെ കംപ്രസർ, റോട്ടറി കംപ്രസർ, അത് സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കൂടിയും കുറഞ്ഞ് ഇപ്പോൾ വളരെ മിനിമം സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് കറണ്ട് ഏറ്റവും, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ഓഫ് അല്ല അത്. അതുകൊണ്ടാണ് 3 വാട്ട്സ് എടുക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് സ്പീഡ് വേരിയബിൾ സ്പീഡാണ് വരുന്നത്. പിന്നെ അതിന് ഹാൻഡിൽ പ്രത്യേക സെപ്പറേറ്റ് ഹാൻഡിലല്ല, ഇതിന് ഫ്രീസറിന് ഇതിനൊക്കെ ഇവിടെ തന്നെ ഹാൻഡിലാണ് ഇത് വരുന്നത്. വളരെ നല്ലൊരു മോഡലാണ്. ഇപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് വരുമ്പോൾ ഇവിടെ പുറമെ നമുക്ക് കൺട്രോളിംഗ് ഒന്നും വരുന്നില്ല, വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ വർഷത്തെ പുതിയ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മൊബൈലിൽ ഇവരുടെ ആപ്പാണ് വരുന്നത്. അപ്പോൾ ഈ കൺട്രോളിംഗ് ഒക്കെ നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്തിന് ഫിസിക്കൽ സ്വിച്ച് ഒന്നും ഇല്ലാത്ത മോഡലാണ് ഇപ്പോൾ വരുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ മോഡലാണ്. അപ്പോൾ എന്നാലും നമുക്ക് വളരെ ഈസിയാണ് ഇത് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ. തുറന്നകത്തുനിന്ന് സെറ്റിങ്സ് മാറ്റേണ്ട ആവശ്യമില്ല. മുമ്പൊക്കെ റോട്ടറി നോബ് ഫ്രിഡ്ജ് തുറന്ന് നമുക്ക് ചൂടും തണുപ്പും കൺട്രോൾ ചെയ്യണമെങ്കിൽ തുറന്ന് നോബ് തിരിക്കുകയാണ്. അതുപോലെ ഡീഫ്രോസ്റ്റിംഗ് ഒന്ന്, അതിപ്പോൾ എല്ലാ മോഡലിലും അങ്ങനെ തന്നെയാണ്, ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റിംഗ് തന്നെയാണ്. നമുക്ക് ഐസ് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും എത്ര നാളിപ്പോൾ കണ്ടിന്യൂസ് റൺ ആയാലും അത് ഡബിൾ ഡോർ എല്ലാം പഴയ മോഡലും അങ്ങനെ തന്നെയാണ്, ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു മോഡൽ, സാംസങ്ങിൻ്റെ ഈ മോഡൽ വളരെ നല്ല ഒരു ഫ്രിഡ്ജാണ് എന്ന് പറഞ്ഞ് ഈ വീഡിയോ നിർത്തുന്നു. കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.